ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു എയർപോർട്ടിലോട്ട് പോകുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഋതിയെ വിളിച്ച കോളുകളൊന്നും രാജു അറ്റൻഡ് ചെയ്തതുമില്ല. ഋതിയെ വീണ്ടും വീണ്ടും വിളിക്കുന്ന കണ്ടുകൊണ്ട് രാജു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. രാജു എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ രാജുവിനെ കണ്ടെത്തിയേ പറ്റൂ എന്നും പറഞ്ഞ് ഋതിയെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാജു ഡ്രൈവറോട് ചോദിക്കുന്നു, നമുക്കിനി എയർപോർട്ടിലോട്ട് എത്താൻ എത്ര ടൈമുണ്ട്? ഇതിന് ഇനി ഒരു 10 മിനിറ്റ് എടുക്കും സാർ. അപ്പോൾ ഇനിയും നമുക്കൊരു അരമണിക്കൂറുണ്ടല്ലോ. നമുക്കൊന്ന് വർമ്മ സാറിൻ്റെ വീട് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫ്ലൈറ്റ് മിസ്സാകില്ലല്ലോ. ഇല്ല സാർ എന്നിങ്ങനെ ഡ്രൈവറും പറയുന്നുണ്ട്. എന്നാൽ കാർ അങ്ങോട്ട് വിട് എന്നിങ്ങനെ രാജു ഡ്രൈവറോട് പറയുവാണ്. അഹങ്കാരത്തിൻ്റെ പുറത്ത് എല്ലാം തൊലച്ച പ്രതാപൻ ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക. ശേഖരനും യാമിനി അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും അവിടെ തന്നെ നിൽക്കുക. പ്രതാപൻ ശേഖരനെ നോക്കിയിട്ട്, എന്താടാ അന്യരെ പോലെ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? ഞാൻ മറ്റൊരു കാര്യം അങ്ങ് മറന്നുപോയടാ. നമ്മളൊക്കെ ഇപ്പോൾ ഈ വീട്ടിൽ അന്യരാണല്ലോ. എന്ത് ചെയ്യാനാടാ ശേഖര, ഞാൻ ഒറ്റയ്ക്ക് വരുത്തി വെച്ച വിനയാ. ഇപ്പോഴിതെല്ലാം എല്ലാവരും കൂടി അനുഭവിക്കണം. ചേട്ടൻ രാജുവിൻ്റെ വിവരം വല്ലതും അറിഞ്ഞോ? ആ, ഞാൻ അറിഞ്ഞു. യാമിനി പറഞ്ഞു. യാമിനി പറയാ മോള് എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ട്. പ്രതാപൻ അപ്പോൾ പറയാ, അതുകൊണ്ട് എന്ത് ഫലം? അവനെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ കണ്ടാലോ ഏട്ടാ. കണ്ടിട്ട് എന്ത് ഫലം? അവൻ തിരിച്ചു വരുവോ? ആത്മാഭിമാനമുള്ള ആരെങ്കിലും തിരിച്ചു വരുവോ? ശേഖരൻ പറയാം, അതിന് രാജു സോമനസാല ഇവിടുന്ന് പോയതല്ലല്ലോ. ചേച്ചിയുടെ വാശിയും വൈരാഗ്യം കൊണ്ട് ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ രാജുവിനെ. പിന്നീടാണെങ്കിൽ ഋതുമോൾക്ക് ചേട്ടനെന്ന് വെച്ചാൽ ജീവന്. ചേട്ടനില്ലാത്ത ഒരു പരിസരത്ത് പോലും അവൾ പിന്നെ ജീവിക്കില്ല. ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മോൾ അങ്ങനെ പറഞ്ഞു പോയതാ ചേട്ടാ എന്നിങ്ങനെ യാമിനി സങ്കടത്തോടാണ് പറയുന്നത്. നമ്മുടെ ഋതുമോൾക്ക് പ്രതാപേട്ടനെയും രാജുവിനെയും പിരിഞ്ഞ് ജീവിക്കാനേ പറ്റില്ല. ശേഖരൻ പറയും, അവർ പോകട്ടെ അല്ലേ ഏട്ടാ. ചേട്ടൻ്റെ നിഴലിൽ നിന്ന് ജീവിതം നശിപ്പിക്കാതെ അവരെവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. അവൻ വളരെ നല്ലവന്, ഒരു കാപട്യോ അറിയാത്തവന്. ഈ ആകാശത്തിൻ്റെ കീഴിൽ ഏത് നാട്ടിൽ പോയാലും അവൻ രക്ഷപ്പെടും ചേട്ടാ. പ്രതാപേട്ട, അവൻ അങ്ങനെ പോയാൽ നമ്മുടെ ഋതുമോൾ എങ്ങനെയാ? എനിക്കറിയില്ല യാമിനി. ഇതുവരെയും അവളെ വളർത്തിയതും നോക്കിയതും നിങ്ങളല്ലേ. അതുകൊണ്ട് ഇനിയും നിങ്ങൾ തന്നെ നോക്കിക്കോ. പ്രതാപൻ കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനോ ലാളിക്കാനോ കഴിയാത്ത ഒരച്ഛനായി പോയി ഞാൻ. എൻ്റെ ഭാഗ്യദോഷം, അല്ലെങ്കിൽ ഇത് എൻ്റെ വിധി. ഇപ്പോൾ ചേട്ടനെല്ലാം മനസ്സിലായില്ലേ? എല്ലാം നമ്മുടെ ചേച്ചിയുടെ കുത്തിത്തിരിപ്പും അഭ്യാസങ്ങളും ആയിരുന്നെന്ന്. ആരെന്ത് കുത്തിത്തിരിപ്പും സാഹസവും കാണിച്ചാലും അത് അവർക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കും ശേഖര. നീ ഇപ്പൊ കണ്ടില്ലേ എനിക്ക് കിട്ടിയ തിരിച്ചടികൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഒരുങ്ങുന്നില്ല. കാരണം കുറ്റക്കാരൻ ഞാൻ തന്നെയാ. എന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് മാത്രമേ കൊള്ളത്തുള്ളൂ. കുടുംബജീവിതത്തിനൊന്നും എന്നെ കൊള്ളില്ല. ഉചിതമായ സമയത്ത് നിർണായകരമായ തീരുമാനങ്ങൾ എടുക്കാൻ പരാജയപ്പെട്ട ആളാണ് ഞാൻ. ഞാനിപ്പോൾ ജീവിതത്തിന് അടിയറവ് പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി ഒന്നും പറയാനില്ല. നിങ്ങൾ ചെല്ലു ശേഖര എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ വീണ്ടും തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. രാജു അങ്ങനെ കാറിൽ വർമ്മ സാറിൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഡ്രൈവറോട് പറയുന്നു, അവിടെ എത്തിയാൽ ഒരു 2 മിനിറ്റ്, എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു പോകാം. ഋതികയാണെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് സ്പീഡിൽ പോ. അങ്ങനെ വണ്ടി സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ആവും. എന്താ ചേട്ടാ? അറിയില്ല മാഡം, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഡ്രൈവർ കാർ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുവാണ്. ആ സമയത്ത് രാജുവിൻ്റെ കാറ് ഋതികയുടെ കാറിനെ പാസ് ചെയ്ത് ഇങ്ങനെ പോവുക. രാജുവോ ഋതികയോ പരസ്പരമോട്ട് കണ്ടതുമില്ല. പ്രതാപനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ പഴയ സംഭവം ഓർക്കുവാണ്. രാജുവിൻ്റെ ഷർട്ടറെ പിടിച്ചിട്ട് നീ എൻ്റെ കുടുംബം തകർക്കും അല്ലേടാ എന്ന് പറഞ്ഞതും കരഞ്ഞുകൊണ്ട് രാജുവും കുടുംബവും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നതും എല്ലാം ഇങ്ങനെ പ്രതാപൻ ഓർത്ത് സങ്കടപ്പെടുവാണ്. പ്രതാപൻ എന്തോ വലിയൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. നെഞ്ച് തടകുന്നു, ശ്വാസം മുട്ടൽ പോലൊക്കെ കാണിക്കുന്നുണ്ട്. അമ്മനെ നോക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ നെഞ്ച് തടയി കരയാണ്. അയ്യോ പ്രതാപേട്ട, എന്ത് പറ്റി? എനിക്ക് തീരെ സുഖമല്ല യാമിനി, നീ പെട്ടെന്ന് ശേഖരനെ ഒന്ന് വിളിക്ക്. അയ്യോ എന്ത് പറ്റി ചേട്ടാ എന്ന് പറഞ്ഞു ഓടി വരുവാണ് ശേഖരന്. ചേട്ടന് എന്ത് പറ്റി? എനിക്ക് ഒട്ടും വയ്യടാ, എനിക്ക് തീരെ വയ്യടാ. ശേഖരേട്ടാ വണ്ടിയെടുക്ക്, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ശേഖരനെ യാമിനിയും കൂടെ പ്രതാപനെ പതുക്കെ എഴുന്നേപ്പിച്ച് കാറിൽ കയറ്റാനായിട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് ഋതിയുടെ കാറ് നോക്കുന്ന ഡ്രൈവർ പറയുന്നു, മേഡം വലിയ കംപ്ലൈൻറ്റാ, വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നേ പറ്റൂ. രാജുവിൻ്റെ കാറ് താണ്ട പ്രതാപൻ്റെ വീടിൻ്റെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. രാജു അങ്ങോട്ട് വന്ന് കോളിംഗ് ബെല്ലടിക്കുവാണ്. അപ്പോൾ താണ്ട കഥവ് തുറന്നുകൊണ്ട് പൂതനെ പോലെ നന്ദനെ ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ ഇതാര്? രാജുവോ? അകത്തോട്ട് കയറി വാ രാജു. ഞാൻ വന്നത് ആരുടെ ഉപചാരം സ്വീകരിക്കാനും ഒന്നും അല്ല. എനിക്ക് ഋതികയും വർമ്മ സാറിനെ ഒന്ന് കാണണം. അവരെ ഒന്ന് വിളിക്കാവോ? ഇവിടെ ഋതികയില്ല, വല്യമ്മാവനും ഇല്ല. അവർ രണ്ടുപേരുടെ എവിടെയൊക്കെ പോയിരിക്കുക. രാജു അകത്തോട്ട് വാ. എനിക്ക് രാജുവിനോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും കേൾക്കുകയും വേണ്ട, ഞാൻ അകത്തോട്ട് വരുന്നതുമില്ല. അവരിവിടെ ഇല്ല എന്ന് പറഞ്ഞ സത്യമല്ലേ? ഞാൻ എന്തിനാ രാജുവിനോട് നുണ പറയുന്നേ? അതാ ഞാൻ രാജുവിനോട് അകത്തോട്ട് വരാൻ പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാമല്ലോ. രാജു പെട്ടെന്ന് തിരിഞ്ഞ് കാറിന്റെ അടുത്തോട്ട് അങ്ങ് പോകുമ്പോൾ നന്ദന വിളിക്കുന്നു, രാജു അവിടെ നിന്ന് നിന്നേ. രാജുവിനോട് ഒരു സാഡ് ന്യൂസ് പറയാനുണ്ട്. CM-ന്റെ റിലേറ്റീവിനെ കൊണ്ട് ഋതിയെ കല്യാണം കഴിപ്പിക്കാൻ ഇവർക്കൊരു പ്ലാൻ
പറയാനുണ്ട്. അതിനുവേണ്ടിയാ അവരിപ്പോൾ ഹൃദയം കൂട്ടി പോയിരിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരും ഞാനാ രാജു. രാജു എന്നോട് ക്ഷമിക്കണം. രാജു എന്തായാലും അകത്തോട്ട് കയറിയിരിക്കെ വല്യമ്മാവനും ഋതിക ഇപ്പൊ വരും. അവരോട് സംസാരിച്ച് രാജു എല്ലാം ക്ഷമിച്ച് ഋതികയെ കൂട്ടിക്കൊണ്ടുപോ. രാജു മനസ്സിൽ പറയും, ഇവള് നുണ മാത്രമേ പറയൂ, വർമ്മ സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ രാജു വർമ്മ സാറിനെ വിളിക്കുവാൻ. അത് നന്ദന ഏർപ്പാടാക്കിയ ഒരുത്തനാണ്. അവൻ വർമ്മയുടെ സ്വരത്തിൽ സംസാരിക്കുക. രാജു, ഹലോ സാറേ, ഞാൻ രാജുവാ. രാജു പ്ലീസ്, ഇനി മേലാൽ നീ എൻ്റെ ഋതുമോളെ അന്വേഷിച്ച് വരികയോ എന്നെ അന്വേഷിച്ച് വരികയോ ചെയ്യരുത്. അവൾക്ക് ചേർന്ന കുടുംബമല്ല നിങ്ങളുടേത്. അവളുടെ ജീവിതത്തിൽ ഇനി നീ വേണ്ട. പ്ലീസ്, ദേവി ചെയ്ത് ഉപദ്രവിക്കരുത്. ഇത് നന്ദന ഇടപാട് ചെയ്തിരിക്കുന്ന ആളാണെന്നൊന്നും പാവൻ രാജു അറിഞ്ഞില്ല. രാജു അത് കേട്ട് വിശ്വസിച്ചങ്ങ് നിൽക്കുവാണ്. പ്രതാപന് നെഞ്ചുവേദന വന്നപ്പോൾ ശേഖരനും യാമിനിയും പ്രതാപനെയും കൊണ്ട് പോകുമ്പോൾ പ്രതാപന്റെ ഫോൺ അവിടെ വെച്ചിരിക്കുമായിരുന്നു. ആ ഫോൺ എടുത്താണ് നന്ദന ഈ കളിയൊക്കെ കളിച്ചിരിക്കുന്നത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ടാണ് അവൾ ഈ പണിയൊക്കെ ചെയ്യിച്ചത്. അവന്റെ കാര്യങ്ങളൊക്കെ നന്ദനയോട് പറയാം. എന്നെ ആരും മിമിക്രിക്കാർ കൂട്ടാറില്ല. ഞാൻ ഈ പ്രൊഫഷൻ എടുത്തിരിക്കുന്നത് മറ്റു രാഷ്ട്രീയക്കാരെ ചതിക്കുന്നതിന് വേണ്ടിയാ. അവരുടെ സ്വരത്തിലാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. ഇതിനുവേണ്ടി തന്നല്ലേ വിനോദം ഞാൻ തന്നെ വിളിപ്പിച്ചത്. തനിക്ക് മുൻ മന്ത്രി പ്രതാപ് വർമ്മയുടെ സ്വരം അനുകരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൾ ഈ കളിയൊക്കെ കളിച്ചത്. രാജു തെറ്റിദ്ധരിച്ച് വിഷമത്തോടെ കാറിൽ കയറാൻ പോകുമ്പോൾ നന്ദന ചോദിക്കുന്നു, രാജു, എന്നോടൊന്നും പറയാനില്ലേ? എൻ്റെ ജീവിതം തകർത്ത നിനക്ക് ഒരുപാട് നന്ദി. ഒരു പരിഭവോ പരാതിയോ എനിക്കില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുക. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് നീ ഈ കുടുംബത്തിൽ കലാഹമൊന്നും ഉണ്ടാക്കരുത്. ഇവിടെയുള്ള ഇവരൊക്കെ നല്ല മനുഷ്യരാ എന്ന് പറഞ്ഞിട്ട് രാജു കാറിൽ കയറി അങ്ങ് പോയി. ഇനി അടുത്ത ഒരു പണി കൂടെ കൊടുക്കണമല്ലോ എന്നും പറഞ്ഞ് നന്ദന ഋതിയെ വിളിക്കുക. ഹലോ ഋതിയെ, ഞാനാ നന്ദന. രാജു ഇവിടെ വന്നിട്ടുണ്ട്. മുറ്റത്ത് തന്നെ നിൽക്കുക, അകത്തോട്ട് കയറുന്നില്ല. നീ ഇങ്ങോട്ട് വേഗം വാ. അയ്യോ, ഞാൻ ഉടനെ വരുവാന്ന് രാജുവിനോടൊന്ന് പറ. ഇല്ലേ, സന്തോഷത്തോടെ നന്ദന പറയും. അങ്ങനെ വീണ്ടും തമ്മിൽ രണ്ടുപേരും കാണണ്ട. ആ പെരുങ്കള്ളി പറഞ്ഞത് വിശ്വസിച്ച് ഋതിക നാണ്ട ഓട്ടോറിക്ഷ പിടിച്ചു അലറിയടിച്ച് ഓടി വരുന്നുണ്ട്. ഋതിക ഓടി വന്ന് രാജു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ കളിയാക്കി ചിരിയോടെ ആ നന്ദനെ ഋതിയെ തന്നെ നോക്കി നിൽക്കുക. അയ്യോ, രാജു എവിടെ? രാജു അകത്തുണ്ട്. രാജുവേ, അവനവൻ്റെ പാട്ടിന് പോയി. അവനതിന് നിന്നെ കാണാനൊന്നും വന്നതല്ല, വല്യമ്മാവനെ കാണാൻ വന്നതാ. അവന്റെ പ്രതാപ് വർമ്മ സാറിനെ. വല്യമ്മാവനോട് യാത്ര പറയാൻ വന്നതാ. അവൻ യാത്ര പറഞ്ഞു, അവൻ പോയി. എടി നന്ദനെ, നീ പറയുന്നയൊക്കെ നുണയാ. ഞാൻ എന്തിനാടി ഋതികയെ നിന്നോട് നുണ പറയേണ്ടത്? അവനൊരു ടാക്സി കാറിലാ വന്ന്. ഞാൻ അവനോട് ഒത്തിരി തവണ പറഞ്ഞതാ ഇവിടെ നിൽക്കി ഋതിയെ കണ്ടിട്ട് പോകാമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറയാ അവന് നിന്നെ കാണണ്ടാന്ന്. ജീവിതത്തിൽ ഇനി നിന്നെ കാണത്തില്ലെന്ന് അവൻ പറഞ്ഞത്. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? നീയല്ലേ അവനെ ഇറക്കി വിട്ടത്. അതുകൊണ്ട് നീ തന്നെ അനുഭവിക്കും അവളുടെ ഒരു ദിവ്യ പ്രേമം. നീ എന്താടീ പറഞ്ഞത് എന്നും പറഞ്ഞ ഋതിക ദേഷ്യത്തോടെ നന്ദനയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുക. അയ്യോ, ഋതികയെ വിട് എന്നൊക്കെ അവൾ അലറുന്നുണ്ട്. ഇല്ലടി, നീ എൻ്റെയും രാജുവിൻ്റെയും കുടുംബജീവിതം തകർത്തവളാ. നീ അംബികയും ചേർന്ന് ഞങ്ങളുടെ വീട് നീ ഇല്ലാതാക്കി. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് പ്രാന്തിയെപ്പോലെ അവിടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്. ഋതികയെ ബലത്തോടെ നന്ദനെ പിടിച്ച് തള്ളിയിട്ട്, നീ എന്നെ കൊല്ലാൻ നിൽക്കാതെ നീ ആദ്യം പോയി നിന്റെ അച്ഛനെ നോക്കടി. അയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് അയാളെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. അയാൾ ചാവുന്നതിന് മുമ്പ് അയാളെ പോയി കാണടി എന്ന് പറഞ്ഞിട്ട് നന്ദനെ അങ്ങ് അകത്തോട്ട് കയറിപ്പോയി. എല്ലാം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കി ഋതിക അവിടെ നിന്ന് ഏങ്ങലടിച്ച് കരയുക. ശേഖരനും യാമിനിയും കൂടി ഇതാണ്ട് പ്രതാപനെ കട്ടിലെ കൊണ്ടുവന്ന് കിടത്തുന്നു. ഋതിക ഓടി വന്നിട്ട്, എൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചത്? എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്? മോളെ, നീ കരയണ്ട, എനിക്കൊന്നുമില്ല. മോള് രാജുവിനെ കണ്ടായിരുന്നോ? ഇല്ലച്ച, രാജു പോയി. ഇപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും. രാജു ഇവിടെ വന്നിരുന്നെന്ന് നന്ദന എന്നോട് പറഞ്ഞു അച്ഛനോട് യാത്ര ചോദിക്കാൻ. എന്നെ കാണാനല്ലച്ച. യാമിനി പറയാം, മോള് കരയാതെ. അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് മോളെ കൂടെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും. ശേഖരൻ പറയാം, ആ സമയത്ത് മോളും ഏട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രാജു ഒരിക്കലും ഈ നാട് വിട്ടു പോവില്ലായിരുന്നു. അവന് നമ്മളെ ആരെയും വിട്ട് എങ്ങോട്ടും പോവാനാവില്ല മോളെ. ഗതികെട്ട് പോയതാണ് അവൻ. രാജുവിനെയും മോളെയും തമ്മിൽ പിരിക്കേണ്ടത് ഇവിടെ മറ്റു ചിലരുടെ ആവശ്യമായിരുന്നു. അതവർ നടത്തുകയും അവരതിൽ വിജയിക്കുകയും ചെയ്തു. കരഞ്ഞുകൊണ്ട് പ്രതാപൻ പറയുന്നു, എങ്കിലും അവൻ എല്ലാം ഉപേക്ഷിച്ച് പോയില്ലേ? എന്നെ ഇവളെ ഉപേക്ഷിച്ച് പോകാൻ അവൻ എങ്ങനെ കഴിഞ്ഞു? അയ്യടാ പ്രതാപ, നിനക്ക് നാണമില്ലല്ലോ അങ്ങനെ പറയാൻ. അവനെ അടിച്ചിറക്കി വിട്ടിട്ട് ഇപ്പോഴാണോ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിണക്കങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലേ? ശേഖരൻ ചോദിക്കുക, അത് ഇതുപോലെ വല്ലതും ആയിരുന്നോ ചേട്ടാ? വലിയ പണക്കാരല്ല എന്നുള്ളൊരു ഒറ്റ കുറവ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അത്രയും നല്ല മനുഷ്യരെയാ കുടുംബം അടച്ച് നാണം കെടുത്തി വിട്ടത്. എന്നിട്ടും അവൻ യാത്ര ചോദിക്കാൻ വന്നത് അവൻ്റെ വലിയ മനസ്സാ. പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രതാപൻ പറയാ, മരണം കാത്തുകിടക്കുന്ന എനിക്ക് ഇനി മരണം വരെ അവൻ്റെ മുഖം കാണണ്ട. അവൻ പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഋതിക കരഞ്ഞോണ്ട് ഇറങ്ങി ഓടുക. പ്രതാപൻ മോളേന്ന് വിളിക്കുന്നു. അഹങ്കാരത്തിന്റെയും വാശിയുടെയും പുറത്ത് എല്ലാം തൊലച്ച്, വീടും പുരയിടവും സ്ഥാനമാനങ്ങളും എല്ലാം തൊലച്ച്, സ്വന്തം ജീവന്റെ ജീവനായ ഭർത്താവിനെയും തൊലച്ചിട്ട് രണ്ട് കൈയും തലക്കടിച്ച് ഋതിക കരയുക. ഇനി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഋതിക?
അപ്പോൾ ഫ്രണ്ട്സ്, കൺകെട്ട പറവ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് പോലെ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അച്ഛനും മോക്കും തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. ഇനി പ്രതാപൻ പത്മയുടെ മഹത്വം മനസ്സിലാകും. സകല സൗഭാഗ്യങ്ങളോടുകൂടി ജീവിച്ച രാജകുമാരിയായ പത്മ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ പ്രതാപനോടൊപ്പം ഇറങ്ങി വന്നതാ. അതെല്ലാം മറന്നിട്ട് പ്രതാപൻ താടകയായ ആ അംബികയുടെ വാക്ക് കേട്ട് നിഷ്കരണം അവളെ ഉപേക്ഷിച്ചു. അതിനുള്ള ശിക്ഷയെല്ലാം അനുഭവിച്ചല്ല പറ്റൂ. ചുമ്മാതാണോ പഴമക്കാർ പറയുന്നത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണമെന്ന്? അതുകൊണ്ട് മോളെ ഋതികെ, പ്രതാപ, നിങ്ങൾ രണ്ടുപേരും ഉപ്പ് തിന്നവരാണ്, വെള്ളം കുടിക്കും. ഇനി എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്, ആ നന്ദനെ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നതൊക്കെ അറിയാൻ നാളത്തെ റിവ്യൂ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.